ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് ബേപ്പൂരിലേക്കാണ്. അവിടെ ബേപ്പൂരിലും പരിസര പ്രദേശങ്ങളിലെയും പാതയോരങ്ങൾ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹരിതകർമ്മസേനാ പ്രവർത്തകർ ശേഖരിച്ച മാലിന്യമാണ് റോഡിൽ നിന്ന് നീക്കം ചെയ്യാതെ കൂട്ടിയിട്ടിരിക്കുന്നത്. മാലിന്യം സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇതുപോലെയുള്ള മാലിന്യങ്ങളും അതുമൂലമുള്ള പ്രശ്നങ്ങളുമാണ് ഒരു നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? ആ ഉത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായം ആർക്കും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഇതൊരു 3 മാസത്തോളമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഈ വേസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ട് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നായകളെ ശല്യങ്ങൾ, പമ്പേഴ്സ്, മറ്റുള്ള എല്ലാം നമ്മളെ കോമ്പൗണ്ടിലും ഈ റോഡിലുമാണ് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ അവർക്ക് 60 രൂപ കൊടുത്ത് എല്ലാ പ്ലാസ്റ്റിക് കവറും കഴുകി വൃത്തിയാക്കി ഞങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇവരിത് ചാക്കിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മഴയായാലും വെയിലായാലും നായ്ക്കളാണെങ്കിലും മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേപ്പൂരിലെ മെയിൻ റോഡിലും BC റോഡിലുമാണ് 100 കണക്കിന് ചാക്കുകളിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. ബേപ്പൂർ കോർപ്പറേഷൻ മേഖലാ കാര്യാലയത്തിന് സമീപവും നടുവട്ടം അബു അപ്പാർട്ട്മെന്റിന് മുമ്പിലുള്ള റോഡിലും BC റോഡിലെ സിറ്റി പാലസിന് സമീപവും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്കിത് രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നത് ഞങ്ങൾ ഈ വേസ്റ്റ് കൂമ്പാരാണ് കാണുന്നത്. പിന്നെ നായ്ക്കളെ ശല്യം നല്ലോണം ഉണ്ട്. വേസ്റ്റ് കടിച്ച് തൂക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാവിലെ ചില സമയങ്ങളിൽ 2-3 വണ്ടി വന്നിട്ട് വേസ്റ്റ് കൊണ്ടിട്ടിട്ടാണ് ഇവർ പോകുന്നത്. ഒരു സമയം കൊണ്ടിടുന്നു, അതേ സമയം കയറ്റി പോകുന്നുണ്ട്. നമുക്കിപ്പോൾ പബ്ലിക് ഏരിയ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയുള്ളത്. ശുചീകരണ തൊഴിലാളികൾ പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച് വേർതിരിച്ചെടുത്ത അജൈവ മാലിന്യമാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പലയിടത്തും മാലിന്യ ചാക്കുകൾ തെരുവുനായകൾ വലിച്ചു കീറിയതിനാൽ മാലിന്യം പരന്നിരിക്കുകയാണ്. ബേപ്പൂരിൽ ഇതുവരെ MCF സ്ഥാപിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇതിപ്പോ ഒരു മാസത്തിന്റെ അടുത്തായി അപ്പോൾ ഇത് ബുദ്ധിമുട്ടല്ലേ, ബസ് സ്റ്റോപ്പല്ലേ ഇത്. ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതെല്ലാം ഇവിടെ വരുമ്പോൾ ആരും വരുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. പിന്നെ ബാക്കിൽ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഫ്ലാറ്റും അവിടെ കുറേ ആളുകളിലാണ്. അപ്പോൾ ഇത് കാക്ക കൊത്തിയിട്ടും നായി വന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമ്പൂർണ്ണ ശുചിത്വ നഗരം എന്ന ലക്ഷ്യവുമായി കോർപ്പറേഷൻ നടപ്പാക്കി വരുന്ന അഴക് പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യം ശേഖരിക്കാൻ കണ്ടെയ്നറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ നിറഞ്ഞതോടെയാണ് മാലിന്യം ചാക്കുകളിലാക്കി കൂട്ടിയിട്ടിരിക്കുന്നത്. മാലിന്യങ്ങൾ ശേഖരിക്കാൻ പല വാർഡുകളിലും 25 കണ്ടെയ്നറുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. 20 കണ്ടെയ്നറുകൾ മാത്രമാണ് ചിലയിടങ്ങളിലെങ്കിലും സ്ഥാപിച്ചിട്ടുള്ളത്. പലയിടത്തും കണ്ടെയ്നറുകളുടെ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ സ്ഥാപിക്കണമെന്നും മാലിന്യങ്ങൾ യഥാവിധി സംസ്കരിക്കാൻ ഉടനടിയുള്ള നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുജനം കഴുതയല്ല സാർ. അഴക് പദ്ധതിക്ക് ഒട്ടും യോജിച്ചതല്ല ഈ ബേപ്പൂരിലെ കാഴ്ച എന്നത് പ്രേക്ഷകർ അറിയുക. അതോടൊപ്പം അധികാരികളാണ് അതിനേക്കാൾ കൂടുതലായി ഇക്കാര്യത്തെക്കുറിച്ച് അറിയേണ്ടത്. സംസ്ഥാന ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലെ കാഴ്ചകളാണിത്. കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത്തരം കാഴ്ചകൾ എന്താണ് നൽകുന്നത് എന്നുകൂടി അധികൃതർ, ടൂറിസം മന്ത്രി, അവിടുത്തെ കോർപ്പറേഷൻ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരം മാലിന്യങ്ങൾ ഇങ്ങനെ റോഡ് വശത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുക എന്നത് ഒട്ടും നല്ല ഒരു സംസ്കാരത്തെയല്ല, നല്ല സ്ഥലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നത് ഇവരൊക്കെ ഓർക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.